അപ്പോൾ എല്ലാവരെയും വേദിയിലേക്ക് ഹാർദവമായി ക്ഷണിക്കുന്നുണ്ട്. താഴേക്ക് രക്ഷിതാക്കളുടെ കയറിയിരിക്കണം. നമ്മുടെ ചടങ്ങ് ആരംഭിക്കാൻ പോവുകയാണ്. അരങ്ങേറ്റം ഈ ചടങ്ങിന് അവസാനം ഉടൻ തന്നെ അരങ്ങേറ്റം ആരംഭിക്കും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരോടും വരാൻ പറയണം എന്നറിയിക്കാണ്. മീറ്റിംഗ് തുടങ്ങാൻ പോവുകയാണ്. നമസ്കാരം. ലയനത്തിൻ്റെ സിൽവർ ജൂബിലി ആഘോഷ ദിനത്തിലേക്ക് മാന്യ വ്യക്തികളെയും വിശിഷ്ടാതിഥികളെയും അധ്യാപകരെയും വിദ്യാർത്ഥിനികളെയും മാന്യ സദസ്സിനെയും ഈ വാർഷിക വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ശ്രീ മുക്കം ബാസിമാഷാണ് ഇന്നത്തെ അധ്യക്ഷൻ സ്ഥാനം വഹിക്കേണ്ടിയിരുന്നത്. ചില സാങ്കേതിക കാരണങ്ങളാൽ അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ ശ്രീ സിഗ്നി ദേവരാജൻ മാഷെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നതിനായി ലയന ചുമതലപ്പെടുത്തിയിരിക്കുന്നു. കേരളത്തിലെ പ്രശസ്ത ചിത്രകാരനും മുക്കത്തിൻ്റെ അഭിമാനവും ലയനത്തിൻ്റെ രക്ഷാധികാരിയുമായിട്ടുള്ള ഞങ്ങളുടെ പ്രിയ ചിത്രമാമനുമായിട്ടുള്ള ശ്രീ സിഗ്നി ദേവരാജൻ മാസ്റ്ററെ ഞാൻ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നിവിടെ ഈ നൃത്ത അരങ്ങേറ്റ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാനെത്തിയ പ്രശസ്ത നർത്തകിയും ലയനത്തിൻ്റെ ഗുരുനാഥയുമായിട്ടുള്ള ശ്രീ ദീപ്തി പാരോലിനെ വേദിയിലേക്ക് നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും ലയനത്തിൻ്റെ പേരിലും ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ സദസ്സിനെ ധന്യമാക്കാൻ വളരെ യാദൃശ്ചികമായി ഇന്നിവിടെ എത്തിച്ചേർന്ന പ്രശസ്ത സിനിമാ സംവിധായകൻ ശ്രീ രാഹുൽ കൈമലയെ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി മുക്കത്തിൻ്റെ കലാസാംസ്കാരിക മേഖലയിൽ തിളങ്ങി നിൽക്കുന്ന ശ്രീ NM ഹാഷിർ അവർകളെ ആശംസ അറിയിക്കുവാനായി നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും ലയനത്തിൻ്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലും ഞാൻ സ്വാഗതം ചെയ്യുന്നു. മുക്കത്തിൻ്റെ ബഹുസ്വരം എന്ന സാംസ്കാരിക വേദിയുടെ ചെയർമാനും കലാസാംസ്കാരിക പ്രവർത്തകനുമായിട്ടുള്ള ശ്രീ സലാം കാരമൂലയെ ഈ വേദിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ചെയ്തുകൊള്ളട്ടെ. ലയനത്തിൻ്റെ രക്ഷകർത്താവും ഗാനരചയിതാവും ബാങ്ക് മാനേജറുമായിട്ടുള്ള ശ്രീ ഷാജി മാസ്റ്ററെ ഞാൻ നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ലയനത്തിൻ്റെ എല്ലാമായിട്ടുള്ള ഞങ്ങളുടെ രക്ഷാധികാരിയും ആയിട്ടുള്ള ശ്രീ സലാം മാസ്റ്റർ കൊടിയത്തൂർ, ശ്രീ സലാം മാസ്റ്ററെ വേദിയിലേക്ക് ലയനത്തിൻ്റെ പേരിലും നിങ്ങളുടെ പേരിലും ഞാൻ സ്വാഗതം ചെയ്യട്ടെ. ലയനത്തിലെ പ്രിയ രക്ഷിതാവും ലയനത്തിൻ്റെ ജൈത്രയാത്രയിൽ നിറസാന്നിധ്യമായി ഞങ്ങളുടെ കൂടെ തന്നെ നിൽക്കുന്ന ശശി മാസ്റ്ററെയും ഈ വേദിയിലേക്ക് ആശംസ അറിയിക്കുവാനായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. ലയനത്തിൻ്റെ മറ്റൊരു രക്ഷിതാവും അർപ്പണ കലാസാംസ്കാരിക വേദിയിലെ സെക്രട്ടറിയുമായ ശ്രീ സലീൽ മണാശ്ശേരിയെ സ്നേഹപൂർവ്വം ലയനത്തിന് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. അവസാനമായി മുക്കത്തിൻ്റെ നിറസാന്നിധ്യമായ പത്രപ്രവർത്തകനും നമ്മുടെ എല്ലാമായ ശ്രീ ആസാദ് അവർകളെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നന്ദി അറിയിക്കാനായി ശ്രീ മുക്കം സലീം ഒരിക്കൽ കൂടി ഈ വേദിയിലേക്ക് ലയനത്തിൻ്റെ 25ാം വാർഷിക ദിന ആഘോഷവും സിൽവർ ജൂബിലിയുമായിട്ടുള്ള ഈ 2 ദിവസ പരിപാടിയിലേക്ക് നിങ്ങളുടെ എല്ലാ സഹകരണവും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാ വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഭാസിമാഷ് ലയനം സ്കൂൾ ഓഫ് ഫൈൻ ആർട്സ് തുടങ്ങിയ കാലം മുതൽ, അതായത് 25 വർഷം അദ്ദേഹമായിരുന്നു വാർഷികത്തിൻ്റെ അധ്യക്ഷ പദവി അലങ്കരിച്ചിരുന്നത്. ഈ വർഷവും അദ്ദേഹത്തെയാണ് ക്ഷണിച്ചിരുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ
ഇവിടെ വരാനോ നമ്മളെ കാണാനോ ഉള്ള ഒരു സാഹചര്യമല്ല അദ്ദേഹത്തിന് എന്ന് മനസ്സിലാവുന്നു. സുഖമില്ല എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു അധ്യക്ഷൻ എന്ന ആ ഒരു പദവിയിലേക്ക് എന്നെ ക്ഷണിച്ചിട്ടുള്ളത്. ലയനത്തെക്കുറിച്ച് വിശദമായിട്ട് ഒന്നും പറയേണ്ടതില്ല. കാരണം മുക്കത്തിൻ്റെ സാംസ്കാരിക കലാമണ്ഡലത്തിൽ കലയോടൊപ്പം നടന്ന് നമ്മളിലേക്ക് ഇറങ്ങി ഒരു സംസ്കാരമുള്ള, താളബോധമുള്ള കുട്ടികളെ വാർത്തെടുക്കുന്ന സ്ഥാപനം 25 വർഷമല്ല, അതിൻ്റെ മുമ്പേ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ സലീം മാസ്റ്ററുടെ പിതാവ് അലവി മാഷ് തുടങ്ങി വെച്ചത് അതിനും മുമ്പാണ്. അതും എനിക്ക് തോന്നുന്നത് ഏകദേശം അതിനേക്കാൾ ഇത് നമ്മൾ ഈ ജൂബിലി ആഘോഷിക്കുന്നതിന് മുമ്പ് ഏകദേശം ഒരു 25 വർഷം മുമ്പ് തന്നെയാണ് എന്നാണ് തോന്നുന്നത്. അത് കൃത്യമായ രേഖകളില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സത്യത്തിൽ ഇത് ഒരു 50-ാം വർഷമെങ്കിലും ആഘോഷിക്കുന്ന ഒരു സമയമാണിത്. എൻ്റെ സംസാരം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അധികം ആളുകൾ ഇവിടെ സംസാരിക്കാനുണ്ട്. നമ്മളുടെ കുട്ടികളുടെ അരങ്ങേറ്റം നടക്കാനുണ്ട്. അതുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി നമ്മളുടെ ഇന്നത്തെ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ലയനത്തിൻ്റെ എന്ന് തന്നെ പറയാം, ഞങ്ങളുടെയൊക്കെ സ്വകാര്യ അഹങ്കാരം എന്ന് തന്നെ പറയാവുന്ന കുട്ടികളുടെയൊക്കെ അധ്യാപികയായിട്ടുള്ള ലോകമറിയുന്ന ദീപ്തി പാറോലിനെ ഈ വേദിയിലേക്ക് സാദരം ക്ഷണിക്കുകയാണ്. നമസ്കാരം. ശ്രീ ഗുരുഭ്യോ നമഃ. മനോഹരമായ ഈ സന്ധ്യയിൽ ഈ നിറഞ്ഞ സദസ്സിന് മുമ്പിൽ എനിക്കിന്നിവിടെ വന്ന് നിൽക്കാൻ പറ്റിയത് തന്നെ ഒരു അനുഗ്രഹവും വളരെ സന്തോഷമുള്ളൊരു കാര്യമായിട്ടാണ് ഉള്ളത്. കാരണം ലയനം സ്കൂളായിട്ടും അതിൻ്റെ സാരഥിയായിട്ടുള്ള, ഞാൻ വളരെ സ്നേഹത്തോടെ സലീമേട്ടൻ എന്ന് വിളിക്കുന്ന എൻ്റെ സലീമേട്ടൻ്റെ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടും സലീമേട്ടനായിട്ടുള്ള ബന്ധം എന്ന് പറയുകയാണെങ്കിൽ വളരെ വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കുടുംബത്തിൽ നടക്കുന്ന ഒരു വലിയ പരിപാടി, ചെറുതൊന്നുമല്ല, 25-ാം വാർഷികമാണ് ലയനത്തിൻ്റെ. അതിൽ എന്നെ ഗസ്റ്റായിട്ട് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വിളിച്ചു എന്നുള്ളത് തന്നെ ഏറ്റവും സന്തോഷമുള്ള കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മുക്കത്തിൻ്റെ തുടക്കം തൊട്ട്, ലയനത്തിൻ്റെ തുടക്കം തൊട്ട് ഇന്ന് വരെ ഏകദേശം എനിക്ക് തോന്നുന്നു സലീമേട്ടനായിട്ടുള്ള ബന്ധം എന്ന് പറയുകയാണെങ്കിൽ ഞാൻ നൃത്തം ചെയ്യാൻ തുടങ്ങിയ കാലം തൊട്ട് ഇപ്പം നൃത്തം ചെയ്യുന്ന അവസരങ്ങളിലാണെങ്കിൽ എനിക്ക് മൃദംഗം വായിച്ചു തരും. എന്നാൽ ഇതൊന്നുമല്ല ബന്ധം. എനിക്ക് എന്നൊരു വഴികാട്ടിയാണ് സലീമേട്ടൻ. എനിക്ക് എൻ്റെ വീട്ടിലെ എൻ്റെ അമ്മയുടെ ഒരു സഹോദരനായിട്ടാണ് ഞങ്ങളൊക്കെ എപ്പോഴും കാണുന്നത്. ഈ കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ എക്സ്റ്റെൻഡഡ് ഫാമിലിയാണ്. അപ്പം അതുകൊണ്ട് ഈ ഒരു ബന്ധം വർഷങ്ങൾ, ഏകദേശം 3.5 പതിറ്റാണ്ട് കാലം നീണ്ടു നിൽക്കുന്ന ഒരു ബന്ധമാണ് എനിക്ക് സലീമേട്ടനായിട്ടും സലീമേട്ടൻ്റെ കുടുംബമായിട്ടും ലയനം സ്കൂളായിട്ടും ഉള്ളത്. ഞാൻ നൃത്തത്തിൽ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സലീമേട്ടൻ്റെ വളർച്ചയും ലയനം എന്ന സ്കൂളിൻ്റെ വളർച്ചയും നോക്കി കണ്ട ആളാണ് ഞാനും. ഈ സദസ്സിലിരിക്കുന്നവരും എനിക്ക് തോന്നുന്നു ഇവിടെ ഹാളിലിരിക്കുന്ന പലരും വളരെ ചെറിയ തോതിൽ
ഒരു ഇങ്ങനെ ഈ പട്ടിയൊക്കെ വെച്ച് മേഞ്ഞൊരു കുഞ്ഞി ക്ലാസ്സായിട്ട് അവിടെ വന്നിട്ട് അവിടെ ഡാൻസ് ചെയ്യണതും പ്രാക്ടീസ് ചെയ്യണതും എനിക്ക് ഓർമ്മയുണ്ട്. അതിൽ നിന്നൊക്കെ ഇപ്പം വളർന്ന് പന്തലിച്ച് ഇപ്പം കാണുന്ന ലേനം സ്കൂൾ ആയതിൽ എത്ര പറഞ്ഞാലും എനിക്ക് ആ സന്തോഷം എത്രയുണ്ട് എന്ന് നിങ്ങളോട് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ സലീമേട്ടന് എന്നും താങ്ങും തണലായിട്ട് ഉള്ള സാജി ചേച്ചി, ഉമ്മാമ്മ, ഈ ഒരു അവസരത്തിൽ ഒരാളെ പറഞ്ഞില്ലെങ്കിൽ വളരെ സങ്കടമുള്ള കാര്യമാണ്. സലീമേട്ടൻ്റെ അച്ഛൻ പൊന്നൊക്കെ വിളിക്കണോണ്ട് തന്നെ ഞാനും ഉപ്പാപ്പ, സലീമേട്ടനെ ഉമ്മാമ്മ എന്നാണ് വിളിക്കുക. ഇവരുടെയൊക്കെ ഒരു കംപ്ലീറ്റ് സപ്പോർട്ട് എനിക്ക് തോന്നുന്നു ഉപ്പാപ്പയുടെയൊക്കെ ഇപ്പം ശരിക്കും കണ്ടിട്ട് സന്തോഷിക്കുന്നുണ്ടാവും. ഇന്ന് 25ാം വാർഷികം 2 ദിവസമായിട്ട് കൊണ്ടാടുന്നത് കാണുമ്പോൾ. അപ്പോൾ ഇന്നും സലീമേട്ടന് എന്നും താങ്ങും തണലുമായിട്ട് നിൽക്കുന്ന ഉമ്മാമ്മ, സാജി ചേച്ചി, മക്കൾ 3 പേര്, 3 പെൺകുട്ടികൾ കംപ്ലീറ്റ് ആർട്ട് ഫീൽഡിൽ തന്നെ. ഒരാൾ ഡാൻസർ, ഒരാൾ വീണ, മറ്റൊരാൾ വയലിനിസ്റ്റ്. അങ്ങനെ ഫാമിലി ആയാലും കംപ്ലീറ്റ് സപ്പോർട്ടോട് കൂടിയിട്ട് ലേനം സ്കൂളിനും തന്നെ ഒരു എന്താ പറയുക, ഒരു പില്ലറായിട്ട് നിൽക്കുന്നത് കാണുമ്പോൾ സന്തോഷം തോന്നുന്നു. ഈ ഒരു അവസരത്തിൽ എല്ലാവർക്കും നന്മകളും സന്തോഷവും ഇനിയും ലേനം സ്കൂള് വളർന്ന് ഇതിൻ്റെ ഓരോ വളർച്ചയിലും ഭാഗമാകാൻ കഴിയട്ടെ എന്ന് കൂടി ഈ ഒരു അവസരത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ലേനം സ്കൂളിൻ്റെ 25ാം വാർഷികവും ആഘോഷ പരിപാടിയും അരങ്ങേറ്റവും ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. रघुवंशसुधा बुधिचन्द्रश्री रघुवंशसुधा बुधिचन्द्रश्री रघुवंशसुधा बुधिचन्द्रश्री रघुवंशसुधा बुधिचन्द्रश्री रघुवंशसुधा बुधिचन्द्रश्री राम राम राजेश्वर रघुवंशसु. ദീപം തെളിഞ്ഞിരിക്കുകയാണ്. ഇനി ആശംസകൾ. ആദ്യമായിട്ട് രാഹുൽ കൈമല, അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നമസ്കാരം. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, ഓർമ്മകളാണ് ഒരു മനുഷ്യനെ നിലനിർത്തുന്നത്. നമുക്ക് പലതരം ഓർമ്മകളുണ്ടാവും. ഓർത്തെടുക്കുന്ന ഓർമ്മകളുണ്ടാവും, മായാത്ത ഓർമ്മകളുണ്ടാവും. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ രാവിലെ എഴുന്നേറ്റ് പല്ല് തേക്കുക എന്നൊക്കെ പറയുന്നത് നടക്കുന്നൊരു പ്രോസസ്സാണ്, അത് ഓർത്തെടുക്കേണ്ട കാര്യമില്ല. അതുപോലെ എന്നും ഓർമ്മയിൽ സൂക്ഷിക്കാവുന്ന ഒരു ബന്ധമാണ് സലീം മാഷുമായിട്ടും സലീം മാഷിൻ്റെ പിതാവ് അലവി മാഷായിട്ടുമൊക്കെ ഉള്ളത്. 25 വർഷം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു സലീം മാഷ് ഏറ്റെടുത്തതിന് ശേഷമുള്ള ഒരു വർഷമായിരിക്കും. അതിനു മുമ്പ് തന്നെ അലവി മാഷെ നേതൃത്വത്തിൽ ഇത് വളരെ ഭംഗിയായിട്ട് നടന്നിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അലവി മാഷെ എൻ്റെ ഒരു മീഡിയ വിഷ്വൽ മേക്കർ ആയതുകൊണ്ട് അലവി മാഷെ വെച്ചിട്ടൊരു ടെലിഫിലിം ചെയ്യാനുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. പുള്ളി വേറെ ഒന്നും ചെയ്തതായിട്ട് എൻ്റെ അറിവിലില്ല. ഒരു ക്രിസ്മസ് പ്രോഗ്രാമായിരുന്നു അത്, ദൂരദർശന് വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ ഒരു ക്രിസ്മസ് അപ്പൂപ്പനായിട്ടാണ് അദ്ദേഹം അഭിനയിച്ചത്. ഈ വയലിൻ വായിച്ചുകൊണ്ട് നൃത്തം ചെയ്യാൻ പറ്റിയ ഒരാൾ അന്നിവിടെ ഇല്ലാത്തതുകൊണ്ട് പുള്ളി വന്ന് ചെയ്തു തന്നതാണ്. അതിപ്പോൾ നല്ലൊരു ഓർമ്മയായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. ഏതായാലും ലയനം എന്ന് പറയുന്ന ഈ കലാക്ഷേത്രത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുന്നു. ഇവിടെ പഠിച്ച കുട്ടികൾക്കും ഇനി പഠിക്കാൻ പോകുന്ന കുട്ടികൾക്കും നന്ദി, നമസ്കാരം. യോഗാധ്യക്ഷൻ ശ്രീ സിഗ്നി ദേവരാജ്, വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ, ലയനത്തിൻ്റെ 25 വർഷത്തെ പ്രയാണം. സത്യത്തിൽ ഇത് 25 വർഷമല്ല, സലീം മാഷോട് പറഞ്ഞപ്പോൾ ഏകദേശം 65 വർഷം പിന്നിട്ടു. അതിൽ ലയനം എന്നുള്ള പേര് സ്വീകരിച്ചിട്ട് 25 വർഷമായി എന്നേ ഉള്ളൂ. തീർച്ചയായും ഈ അവസരത്തിൽ അലവിക്ക് ഓർക്കാതിരിക്കാൻ നിവൃത്തിയില്ല. അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ നമുക്ക് ആദരാഞ്ജലി അർപ്പിക്കാം. ഈ സ്ഥാപനം വീണ്ടും ഇനിയും പ്രൗഢിയോടെ മുമ്പോട്ട് പോകട്ടെ. ഇന്നിവിടെ അരങ്ങേറ്റം നടത്തുന്ന കുട്ടികളുടെ സമർപ്പണത്തിന് മുമ്പിൽ ശിരസ് നമിക്കുന്നു.
എല്ലാവിധ ആശംസകളും. നമസ്കാരം. വേദിയിലെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന ശ്രീ ശ്രീനി ദേവരാജ് മാസ്റ്റർ, ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത ദീപ്തി മാം, എന്നും ഹാസിർ, സലാം കാരമൂല, ഷാജി തോട്ടുമുക്കം, സലാം മാസ്റ്റർ, ശശി മാസ്റ്റർ, സലീൽ മണാശ്ശേരി, സലീം, സുഹാന, സ്നേഹം നിറഞ്ഞ എൻ്റെ കുട്ടികളെ, രക്ഷിതാക്കൾ, എന്നെ നിങ്ങൾക്കൊക്കെ പരിചയമുണ്ടായിരിക്കും. കുറച്ച് കൂടുതൽ കാര്യം സംസാരിക്കുന്ന പ്രത്യേകം പറഞ്ഞൊരു കുട്ടികളുടെ പരിപാടി, പക്ഷെ എനിക്ക് പറയാതിരിക്കാൻ നിവർത്തിയില്ല. വയൽ നിര കണ്ടാൽ മതി മറന്നാടും ഒരു മയിൽ പെൺകൊടി ഞാൻ, നളതമയന്തി കഥയിലനച്ചൊര ആരെ എന്ന പെൺകൊടി ഞാൻ. ഈ പാട്ട് വളരെ വർഷമായി, 82, 83 വർഷങ്ങൾക്ക് മുമ്പ് അലോയ്ക്കയും ശ്രീ കുമ്പാറ ബേബിയും തിരുവമ്പാടി ചന്ദ്രനും ഞങ്ങളൊക്കെ തന്നെ ആ കുടുംബത്തിലെ അംഗങ്ങൾ. ദേവരാജ മാഷൊക്കെ ഉണ്ട് ആ സമയത്ത്. സലീം മാഷ് തബല വായിച്ചു തുടങ്ങുന്നു. ആ ഒരു കാലമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അവിടെയാണ് ആ പല്ലവി കഴിഞ്ഞപ്പം അന്ന് സ്റ്റേറ്റ് കലോത്സവത്തിൽ രവീന്ദ്ര ഡോക്ടറുടെ മോള് രസിത എന്ന് പറഞ്ഞ കുട്ടിക്ക്, സുലൈഖത്താത്തയ്ക്ക് ശരിക്കും ഒരു പാട്ട് കമ്പോസ് ചെയ്യാൻ പറഞ്ഞു. കാരണം അന്ന് ഇന്നൊക്കെ ഇഷ്ടംമാതിരി കാസറ്റ് വേണമെങ്കിൽ വാങ്ങിക്കാൻ കിട്ടും, അന്നില്ലായിരുന്നു. കമ്പോസ് ചെയ്യുമ്പം അനുപല്ലവി ഒരു പ്രത്യേക ഋതത്തിലായിരിക്കും, ട്യൂണിലായിരിക്കും. അപ്പോൾ ഋതം മാറ്റി, തമ്പുരാൻ്റെ ദൂതുമായി പാൽമണം കേറി ഞാൻ വയനിര താണ്ടി ചെറുപുഴ താണ്ടി തീരം തേടി ഞാൻ. വെറുതെ ഋതം മാറ്റി അത് കമ്പോസ് ചെയ്തു. അതിന് ആ കുട്ടി 1ാം സ്ഥാനം കിട്ടി. അന്നത്തെ ഒരു കലോത്സവ രീതി സബ് ജില്ലല്ല, നേരെ ജില്ലാ, സ്റ്റേറ്റാണ്. ഞാനിത് പറഞ്ഞു വരുന്ന അത്രയ്ക്കും 25 കൊല്ലം സിൽവർ ജൂബിലി ആഘോഷിക്കപ്പെടുന്ന ഈ സ്ഥാപനത്തിൽ എത്രയോ വർഷം മുമ്പ് ഞാൻ ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നു. ആ ഒരു സ്നേഹം ആ കുടുംബത്തോട് ഇന്നും എനിക്കുണ്ട്. അത് പിന്നീട് പല ആൾക്കാരും വന്നു, അവരൊക്കെയായിട്ട് ബന്ധപ്പെട്ടു, ആ സ്ഥാപനത്തിൽ ജോലി ചെയ്തു എന്ന് മാത്രമല്ല ഇന്നും ആ ബന്ധം തുടർന്നുകൊണ്ടിരിക്കുന്നു. നാൾക്കുനാൾ സലീം മാഷ് മക്കളെയൊക്കെ തന്നെ വലിയ നിലയിൽ എത്തട്ടെ എന്ന പ്രാർത്ഥന എനിക്കുള്ളത്. അതൊക്കെ ആയിക്കഴിഞ്ഞു. ഇനി ഈ സ്ഥാപനം മേൽക്കുമേൽ ഉയരട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിലുള്ള വിശിഷ്ട വ്യക്തികളെ, അതുപോലെ സദസ്സിലുള്ള പ്രിയപ്പെട്ടവരെ, ലയനം ഇന്ന് നൃത്ത അരങ്ങേറ്റവും 25ാം വാർഷിക ആഘോഷവുമാണ് ഇന്നും നാളെയുമായിട്ട് നടക്കുന്നത്. ഇങ്ങനെയൊരു അവസരം തന്നതിൽ ആദ്യമായിട്ട് ലയനത്തിന് ഡയറക്ടർ സലീം മാഷോട് ഞാൻ നന്ദി രേഖപ്പെടുത്തിയാണ്. അതോടൊപ്പം മുന്നോട്ടുള്ള ലയനത്തിൻ്റെ പ്രയാണത്തിൽ എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഇനിയും ഒരുപാട് കലാകാരന്മാരെയും കലാകാരികളെയും സൃഷ്ടിക്കുന്ന ഒരു സ്ഥാപനമായി മുന്നോട്ട് വളരട്ടെ എന്ന് ആശംസ നേർന്നുകൊണ്ട് നിർത്തുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സലീം മാഷിൻ്റെ ഉപ്പ അലവിക്ക ഇന്നിവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് സിൽവർ ജൂബിലി അല്ല, ലളിത കലാകേന്ദ്രം എന്ന് പറഞ്ഞ് അന്ന് തുടങ്ങി വെച്ച ആ കേന്ദ്രത്തിൻ്റെ ഗോൾഡൻ ജൂബിലി ആഘോഷിക്കേണ്ട സമയമായിരുന്നത്. ഏകദേശം 50 വർഷം മുമ്പ് തുടങ്ങി വെച്ച ആ സബര്യ മകൻ സലീം മാഷ് ഏറ്റെടുത്തു. അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സലീം മാഷിനെ അതിലേക്ക് ലയിപ്പിച്ചു. പിന്നീട് അവരുടെ കുടുംബത്തിലേക്ക് എത്തിച്ചേർന്ന എല്ലാവരെയും ഓരോന്നോരോന്നായി ഈ ലയനത്തിലേക്ക് ലയിപ്പിച്ചുകൊണ്ടേയിരുന്നു. 100 കണക്കിന് കലാകാരന്മാരെയും കലാകാരികളെയും. ജീവിതത്തിൽ വലിയൊരു ഭാഗ്യമാണത്. ഇന്ന് സലീം മാഷ് റിട്ടയർ ആയെങ്കിലും ഏത് സമയം വിളിച്ചാലും ഒന്നുകിൽ ഗുരുവായൂരായിരിക്കും, അല്ലെങ്കിൽ കണ്ണൂരായിരിക്കും, അല്ലെങ്കിൽ മാനന്തവാടി ആയിരിക്കും. ഓട്ടം തന്നെ. ഞാൻ ചിലപ്പം ചോദിക്കും, എന്തിനാണ് ഇങ്ങനെ ഓടുന്നത്? അപ്പോൾ പറയും, അത് നമ്മുടെ ജീവിതോപാധിയല്ല, നമ്മുടെ ദൈവ നിയോഗമാണ്. അത് പോകുന്നിടത്തോളം അങ്ങനെ പോട്ടെ എന്ന്.
അപ്പോൾ സിൽവർ ജൂബിലി ആഘോഷിച്ച ഈ ലയനം ഇനി 25 വർഷം കഴിയുമ്പോൾ മക്കളൊക്കെ അത് ഏറ്റെടുത്ത് ഗോൾഡൻ ജൂബിലിയും പ്ലാറ്റിനം ജൂബിലിയും അങ്ങനെ പോവട്ടെ, വളർന്ന് പന്തലിക്കട്ടെ. എല്ലാവിധ ഭാവുകങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ബഹുമാനപ്പെട്ട ഈ യോഗാധ്യക്ഷൻ സിഗ്നി ദേവരാജ മാഷ്, ഇന്ന് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത ദീപ്തി ടീച്ചർ, വേദിയിലിരിക്കുന്ന മറ്റ് മഹത് വ്യക്തികളെ, പ്രിയപ്പെട്ട സലീം മാഷ്, ഇന്ന് ഇവിടെ ഈ അരങ്ങേറ്റവും തുടർന്നുള്ള പരിപാടികളും കാണാനെത്തിയ പ്രിയ രക്ഷിതാക്കളെ, ഇവിടെ ഇന്ന് നൃത്ത അരങ്ങേറ്റം കുറിക്കുന്ന പ്രിയപ്പെട്ട കുട്ടികളെ, ലയനത്തിലെ രക്ഷിതാക്കളുടെ പ്രതിനിധിയായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ആദ്യമായി രക്ഷിതാക്കൾക്ക് എല്ലാവർക്കും വേണ്ടി നിങ്ങളെ അഭിവാദ്യം ചെയ്യുകയാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ ലയനം ഇന്ന് മുക്കത്തിൻ്റെ ഒരു കലാസാംസ്കാരിക രംഗത്തെ ഒരു അടയാളപ്പെടുത്തലാണ്. ഈ രംഗത്ത് ഇത്ര സ്ഥായിയായിട്ട് നിന്ന ഒരു സ്ഥാപനം മുക്കത്ത് ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് നിസ്സംശയം പറയാം. അലവയാക്ക തുടങ്ങി വച്ച ഈ കലാക്ഷേത്രം സലീമാഷ ഏറ്റെടുത്ത് അത് ഇന്ന് 25 വർഷം പൂർത്തിയാക്കുകയാണ്. നിരവധി കുട്ടികളെ ഈ രംഗത്തേക്ക് കൈപിടിച്ച് ഉയർത്താൻ ഈ സ്ഥാപനത്തിന് കഴിഞ്ഞിട്ടുണ്ട്. കേവലം ഒരു കച്ചവട സ്ഥാപനമല്ല, തീർത്തും ഒരു കലാക്ഷേത്രം തന്നെയാണിത്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, സലീം മാഷ് ആ നിലയ്ക്ക് തന്നെയാണ് അത് ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഉദാഹരണമാണ് അദ്ദേഹത്തിൻ്റെ 3 കുട്ടികളും ഈ രംഗത്ത് തന്നെ നമുക്കൊരു മാതൃകയാണ്. അദ്ദേഹം ഈ രംഗത്തുള്ള സാധ്യതകൾ ഉദാഹരണ സഹിതം നമ്മുടെ മുന്നിൽ വരച്ചു കാട്ടിയിരിക്കുകയാണ്. ഏതായാലും ഈ കലാസ്ഥാപനം പടർന്ന് പന്തലിച്ച് അതിൻ്റെ പരിമളം മുക്കത്തും പരിസര പ്രദേശങ്ങളിലും പരത്തട്ടെ. ഇനിയും ഒരുപാട് കാലം ജൂബിലികൾ ആഘോഷിക്കാൻ ഈ സ്ഥാപനത്തിന് കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ സിഗ്നി ദേവരാജൻ മാസ്റ്റർ, നമ്മുടെ ഈ പരിപാടിയുടെ ഉദ്ഘാടക ദീപ്തി പറോൽ മാഡം, കൂടാതെ നമ്മുടെ ഈ സദസ്സിലും അതുപോലെ തന്നെ ഇവിടെ ഉപവിഷ്ടരായിട്ടുള്ള മുഴുവൻ രക്ഷിതാക്കളെ, കുട്ടികളെ, സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, ലയനം സ്കൂൾ ഓഫ് മ്യൂസിക് അതിൻ്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങൾ നടത്തുന്നു എന്ന് കേട്ടപ്പോൾ സ്വാഭാവികമായി എൻ്റെ മനസ്സിൽ അത്ഭുതമാണ് ഉണ്ടായത്. ആ അത്ഭുതത്തിൻ്റെ കാരണം മറ്റൊന്നുമല്ല, അതൊരു സാമൂഹികമായ ഒരു സമുദായത്തിന് മുൻകാലങ്ങളിൽ കലയെയും അതുപോലെ സാഹിത്യത്തെയൊക്കെ അത് തങ്ങൾക്ക് പറ്റിയതല്ല എന്ന് കണ്ടിരുന്ന ഒരു കാലത്തിൽ നിന്ന് അതിനുള്ളിൽ തന്നെയുള്ള ആളുകൾ മുന്നോട്ട് വന്ന് അതിനെ പ്രോത്സാഹിപ്പിക്കാൻ എടുത്ത ഒരു എഫേർട്ട് ഉണ്ടല്ലോ, ആ എഫേർട്ട് ആലോചിച്ചപ്പോഴാണ് എനിക്ക് അത്ഭുതം തോന്നിയത്. കലയും സാഹിത്യവും നിഷിദ്ധമാണെന്നും കലയും സാഹിത്യവും നമ്മൾക്ക് വിരുദ്ധമാണെന്നും ഒക്കെ ചിന്തിച്ചിരുന്ന ഒരു കാലഘട്ടമുണ്ട്. ആ കാലഘട്ടത്തിലെ ആളുകളെ നമ്മളാരും കുറ്റം പറയുന്നില്ല. പക്ഷേ സലീം മാഷയുടെ പിതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ അനുഭവിച്ച ഒരു സ്ട്രഗിൾ, അത് ഞാൻ എപ്പോഴും എൻ്റെ മനസ്സിലൂടെ പലപ്പോഴും ഈ ലയനത്തെപ്പറ്റി ആലോചിക്കുമ്പോൾ ഉണ്ടാവാറുണ്ട്. കല എന്ന് പറയുന്നത് ഒരാത്മാവിഷ്കാരത്തിനുള്ള ഒരു മാർഗമാണെങ്കിൽ കൂടിയും അത് നമ്മളിലേക്കൊക്കെ സന്നിവേശിപ്പിക്കുന്ന, പ്രസരിപ്പിക്കുന്ന കുറേയധികം ആശയങ്ങളുണ്ട്, സന്ദേശങ്ങളുണ്ട്. ആ ആശയങ്ങൾ എന്ന് പറഞ്ഞാൽ ലോക മാനവികതയുടേതാണ്. ഇരുട്ട് മൂടിക്കിടക്കുന്ന ചിന്തകൾക്കൊന്നും സത്യത്തിൽ അതിന് യാതൊരു പ്രാധാന്യവുമില്ല എന്നുള്ളതാണ്. നമ്മുടെ ലോക ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ച പല സംഭവങ്ങളും അതുണ്ടാക്കിയെടുത്തത് കലാകാരന്മാരും എഴുത്തുകാരുമാണ്.
നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും യൂറോപ്യൻ നവോത്ഥാന കാലത്ത് ബൊക്കാഷിയോ, അതുപോലെ തന്നെ ചിത്രകാരന്മാരായിരുന്ന മൈക്കൽ ആഞ്ചലോ, പാബ്ലോ പിക്കാസോ, അതുപോലെ നമ്മുടെ ഇന്ത്യയിലുണ്ടായിരുന്ന പല ചിന്തകന്മാരും എഴുത്തുകാരും അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് കേരളത്തിലേക്ക് വരികയാണെങ്കിൽ കേരളത്തിൻ്റെ ഒരു സാമൂഹ്യ സ്ഥിതി മാറ്റുന്നതിൽ വളരെയധികം പ്രധാനപ്പെട്ട പങ്കുവഹിച്ച വയലാർ രാമവർമ്മയെ പോലുള്ള ആളുകൾ, തോപ്പിൽ ഭാസിയെ പോലുള്ള ആളുകൾ, ഇവരൊക്കെ സമൂഹത്തിലെ ജനങ്ങളെ അല്ലെങ്കിൽ സാധാരണക്കാരനായ മനുഷ്യനായി കാണാനുള്ള ചിന്ത ജനങ്ങളിലേക്ക് വളർത്തുകയാണ് ഉണ്ടായത്. മറ്റുള്ള ഏത് പ്രത്യയശാസ്ത്രവും അവനവനിലേക്ക് ഒതുങ്ങാൻ ശ്രമിക്കുമ്പോൾ കലയ്ക്കും സാഹിത്യത്തിനും മാത്രമാണ് അതിൽ നിന്നൊരു വ്യത്യാസമുള്ളത്. അത് വളരെ വിശാലമാണ്, വളരെ വിശാലമായ രീതിയിൽ ചിന്തിക്കുന്നതാണ്. ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ ഇവിടെ ഈ ലയനം സ്കൂൾ ഓഫ് മ്യൂസിക് അല്ലെങ്കിൽ ലയനം സ്കൂള് നടത്തുന്ന ഈ പ്രവർത്തനങ്ങൾ വളരെയധികം ശ്ലാഘിക്കപ്പെടേണ്ടത് തന്നെയാണ്. നമുക്ക് നമ്മുടെ മനുഷ്യർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സ്പർദ്ധയ്ക്കൊന്നും ഒരു സ്ഥാനവുമില്ല എന്ന് പറയാൻ കൂടി ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. മലയാളത്തിൻ്റെ പ്രശസ്തനായ കവി വയലാർ രാമവർമ്മയുടെ സർഗസംഗീതം എന്ന കവിതയിലെ 2 വരികൾ ചൊല്ലിക്കൊണ്ട് ഞാൻ എൻ്റെ ഈ ആശംസാ പ്രസംഗം അവസാനിപ്പിക്കും. കവിത തുടങ്ങുന്നത് എങ്ങനെയാണ്? വാളല്ലൻ സമരായുധം ക്ഷണക്ഷണധ്വാനം മുഴക്കിടുവാനാളല്ല, എൻ കരവാളുവിറ്റൊരു മണിപ്പൊൻ വീണ വാങ്ങിച്ചു ഞാൻ. താളം രാഗലയ ശ്രുതിസ്വരം ഇവയ്ക്കൊന്നിന്നുമല്ലാതെ ഇന്നോളക്കുത്തുകൾ തീർക്കുവാൻ കഴിയുകയില്ല എൻ പ്രേമതീർത്ഥങ്ങളിൽ. അപ്പോൾ രാഗവും ലയവും താളവും ഒക്കെ നമ്മളെല്ലാവരെയും കൂട്ടിയോജിപ്പിക്കാൻ സാധിക്കട്ടെ. ഇന്നിവിടെ പരിപാടി അവതരിപ്പിക്കുന്ന കുട്ടികൾക്കും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ ആളുകൾക്കും അവരെല്ലാവരെയും ഒറ്റവാക്കിൽ അഭിവാദ്യം ചെയ്തുകൊണ്ട് എല്ലാവരെയും സ്നേഹം അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. നന്ദി പ്രകാശിപ്പിക്കാൻ വേണ്ടി ലയനത്തിൻ്റെ ഡയറക്ടറും പ്രിൻസിപ്പാളുമായിട്ടുള്ള നമ്മളെ പ്രിയപ്പെട്ട മുക്കം സലീമിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. നന്ദി പ്രകാശിപ്പിക്കുന്നതിന് മുമ്പായി നമുക്ക് ഈ വേദിയിൽ ഒരു ചെറിയൊരു ചടങ്ങ് നടത്തേണ്ടതുണ്ട്. 2 പ്രഗത്ഭരായിട്ടുള്ള കലാകാരന്മാരെ ആദരിക്കുന്നുണ്ട്. ലയനം തുടങ്ങിയ 1999 കാലഘട്ടം മുതൽ ഒരു നിഴല് പോലെ എല്ലാ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നൽകി ഞങ്ങളുടെ കൂടെ താങ്ങും തണലുമായിട്ടുള്ള 2 വ്യക്തികളാണ്. ഒന്ന് ദീപ്തി പാറോൽ, ഒന്ന് കലാമണ്ഡലം പയ്യന്നൂർ KV ജഗദീഷ്. ഈ 2 മഹൽ വ്യക്തികളെ ആദരിക്കാൻ പോവാണ്. ജഗദീഷിനെ വേദിയിലേക്ക് ഹാർദമായി ക്ഷണിക്കുന്നു. മഞ്ജു വാര്യർ, കാവ്യ മാധവൻ, അഞ്ചു അരവിന്ദ്, ജോ മോള് തുടങ്ങി നിരവധി, വിനീത് കുമാർ, ഇവർക്കൊക്കെ പാടിയിട്ടുള്ള മഹാരഥനായിട്ടുള്ള ഒരു ഗായകനാണ്. നല്ല കമ്പോസറാണ്. ഒരുപാട് നൃത്തങ്ങൾ കമ്പോസ് ചെയ്ത് ട്യൂൺ ചെയ്ത ആളാണ്. കലാമണ്ഡലം ജഗദീഷിനെ ആദരിക്കുന്നതിന് വേണ്ടി നമ്മൾക്ക് ഇന്നിവിടെ വീണ് കിട്ടിയ എൻ്റെ വളരെ സുഹൃത്തും വിശ്വേട്ടൻ്റെ മകനുമായിട്ടുള്ള ഞങ്ങളുടെ മലയാളത്തിൻ്റെ അഭിമാനം, നമ്മുടെ ഈ കേരളത്തിൻ്റെ അഭിമാനമായിട്ടുള്ള രാഹുൽ കൈമലയെ സിനിമ സംവിധായകൻ ചോപ്പ് എന്ന സിനിമ സംവിധാനം ചെയ്ത, ഇനി പുതിയ സിനിമ ഇറങ്ങാൻ പോകുന്നുണ്ട്. രാഹുൽജിയുടെ നിരവധി ഷോർട്ട് ഫിലിമുകൾ, ടെലിഫിലിമുകളെല്ലാം ഉണ്ട്. വളരെ സന്തോഷമായിട്ട് വന്ന് നമുക്ക് യാദൃശ്ചികമായി കിട്ടിയ ഒരു വിശിഷ്ട അതിഥിയാണ്. ജഗദീഷിനെ ആദരിക്കുന്നതിന് വേണ്ടി രാഹുൽജിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തതായി ലയനത്തിൻ്റെ ഇന്ന് നടക്കുന്ന അരങ്ങേറ്റം വരെ കറക്റ്റ് ചെയ്ത കുട്ടികൾക്ക് ശിക്ഷണം നൽകിയ 99 മുതൽ എല്ലാ വാർഷികത്തിനും കുട്ടികൾക്ക് വേണ്ടി എല്ലാ നിർദ്ദേശവും ലയനത്തിൻ്റെ താങ്ങും തളലുമായിട്ടുള്ള എൻ്റെ പ്രിയ ശിഷ്യ എന്ന് വേണേൽ പറയാം, അല്ലെങ്കിൽ പറയാം. അതെ, ഞാൻ 4 വയസ്സ് മുതൽ മൃദംഗം വായിക്കുന്നുണ്ട് ദീപ്തിക്ക് വേണ്ടി. എന്തോ ഒരു നിയോഗം പോലെ ഇന്നും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ദീപ്തിയെ ആദരിക്കുന്നതിന് വേണ്ടി കേരളത്തിൻ്റെ പ്രശസ്ത ചിത്രകാരൻ, മുക്കത്തിൻ്റെ അഭിമാനമായിട്ടുള്ള
സിഗിനി ദേവരാജൻ മാഷിനെ ക്ഷണിക്കുകയാണ്. അതുപോലെ തന്നെ ലയനത്തിന് ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യാനുള്ള പരിപാടി ആലോചിക്കുന്നുണ്ട്. പിന്നെ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളുടെ പ്രോഗ്രാമെല്ലാം നിങ്ങൾക്ക് ഇനി യൂട്യൂബ് ചാനലിൽ കാണാം. അതിനുള്ളൊരു സാഹചര്യം ഒരുക്കിയിട്ടുണ്ട്. അതിൻ്റെ തുടക്കക്കാരനും കൂടിയാണ് നമ്മുടെ രാജേട്ടൻ. ഒരു കയ്യടി കൊടുക്കാം നമുക്ക്. അതുപോലെ ഇന്നത്തെ ഞങ്ങളുടെയൊക്കെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന ഉദ്ഘാടക ദീപ്തി പാറോലിനും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. ലയനത്തിൻ്റെ പേരിലും നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ നമ്മുടെ സിനിമ സംവിധായകൻ കൂടിയായിട്ടുള്ള രാഹുൽ കൈമല, അദ്ദേഹത്തിനും നിങ്ങളുടെ ഓരോരുത്തരുടെ പേരുടെയും ലയനത്തിൻ്റെ പേരിലും പ്രത്യേകം നന്ദി. ഒരുപാട് തിരക്കൊക്കെ ഉണ്ടെങ്കിൽ കൂടി അദ്ദേഹം വന്നു നമ്മളോട് സഹകരിച്ചതിൽ ഒരുപാട് നന്ദിയുണ്ട്. ഒരുപാട് ആളുകളെ നമുക്ക് ക്ഷണിക്കാൻ പറ്റില്ല. കാരണം ഇത്തരത്തിലൊരു പരിപാടി നടത്തി പോകുമ്പോൾ പലരും മിസ്സാവും, പലരും ക്ഷണിക്കാൻ വിട്ടുപോകും. ഒക്കെ ക്ഷമിക്കണം എന്ന് പറയുകയാണ്. അദ്ദേഹത്തിന് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. അതുപോലെ ഞങ്ങളുടെ മുക്കത്തിൻ്റെ അഹങ്കാരമായിരുന്ന സലാം കാരശ്ശേരി, ഒരുപാട് സിനിമകൾ നമുക്ക് വേണ്ടി എടുത്ത അദ്ദേഹത്തിൻ്റെ മകനാണ് എന്നെ ആഷിർക്ക, സാംസ്കാരിക പ്രവർത്തകനും മുക്കത്തിലെ പൊതുപ്രവർത്തകനുമാണ്. അദ്ദേഹം ഇവിടെ വന്ന് ഈ സാന്നിധ്യത്തിൽ നമുക്ക് വേണ്ട എല്ലാ സഹായവും നൽകി ആശംസ അറിയിച്ചാൽ ലയനത്തിൻ്റെ പേരിലും നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ലയനത്തിൻ്റെ ചിത്രകാരൻ അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ച സിഗിനി ദേവരാജ മാഷിനും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതുപോലെ ഗായകനും പിന്നെ ലയനത്തിൻ്റെ മുൻ അധ്യാപകനും മുക്കത്തിൻ്റെ ഗായകനുമായിട്ടുള്ള മുക്കം വിജയ മാഷിനും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതുപോലെ സലിൽ മണാശ്ശേരി, ലയനത്തിലെ ഞാൻ തബല പഠിപ്പിക്കുന്ന എൻ്റെ സ്റ്റുഡൻറ്റിൻ്റെ ഉപ്പ കൂടിയാണ്. മാത്രമല്ല അർപ്പണ കലാ സാംസ്കാരിക വേദിയുടെ എന്ന പേരിൽ ഒരു സാംസ്കാരിക വേദി രൂപം കൊണ്ടിട്ടുണ്ട്. അതിൻ്റെ സെക്രട്ടറി കൂടിയാണ്. അദ്ദേഹത്തിനും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. അതുകൂടാതെ ലയനത്തിലെ തന്നെ രക്ഷിതാവായിട്ടുള്ള ശശി കച്ചേരി, അദ്ദേഹത്തെയും ശശി മാസ്റ്ററെയും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. കൊടിയത്തൂരുള്ള സലാം മാഷ് എൻ്റെ എല്ലാമായുള്ള എൻ്റെ കൂട്ടുകാരനാണ്. നന്ദി പറയേണ്ട കാര്യമൊന്നുമില്ല. എന്നിരുന്നാലും നിങ്ങൾ ഓരോരുത്തരുടെ പേരിലും ഞാൻ പ്രത്യേകം നന്ദി പറയാണ്. പിന്നെ ലയനത്തിലെ തന്നെ ഒരു രക്ഷിതാവ് കൂടിയായിട്ടുള്ള ബാങ്ക് മാനേജർ നമ്മുടെ ഷാജി തൊട്ടുമുക്കം, അദ്ദേഹത്തിനും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. കൂടാതെ ലയനത്തിലെ കുട്ടികളെ അരങ്ങേറ്റത്തിന് തയ്യാറാക്കിയ ലയനത്തിൻ്റെ പൂർവ്വ വിദ്യാർത്ഥിയും പഴയകാല സ്റ്റുഡൻറ്റുമായിട്ടുള്ള നമ്മളുണ്ടാക്കിയെടുത്ത നമ്മളുടെ മാഷാണ് ഷിജു മാഷ്. ഇതുപോലെ ഞാൻ അരങ്ങേറ്റത്തിന് മൃദംഗം വായിച്ചു, ഞാൻ തന്നെ ട്രെയിൻ ചെയ്ത് ഉണ്ടാക്കിയെടുത്ത, പിന്നെ ദീപ്തിയുടെ അടുത്ത് ഇപ്പോൾ ഷിജു മാഷ് പഠിക്കുന്നുണ്ട്, ദീപ്തിയുടെ സ്റ്റുഡൻറ്റ് കൂടിയാണ്. ഒരുപാട് പ്രോഗ്രാമിന് ദീപ്തിയുടെ കൂടെ പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. അദ്ദേഹമാണ് ഇന്ന് നമ്മളെ കുട്ടികളൊക്കെ വാർത്തെടുത്ത് തയ്യാറാക്കിയത്. ദീപ്തി ടീച്ചറുടെ നിർദ്ദേശത്തോടു കൂടി ടീച്ചറും ഒരുപാട് ക്ലാസ് എടുത്തു കൊടുത്തിട്ടുണ്ട്. ഇവർക്കൊക്കെ എൻ്റെ സ്വന്തം പേരിലും ലയനത്തിൻ്റെ പേരിലും നന്ദി അറിയിക്കുകയാണ്. അതുപോലെ മനോഹരമായ ശബ്ദവും വെളിച്ചവും നൽകിയ കാലിക്കറ്റ് സൗണ്ട്സിനും ക്യാമറ ചെയ്യുന്ന രാജേഷ് മണാശ്ശേരിക്കും വീഡിയോ ചെയ്യുന്ന മോഹിത് അവർക്കും മറ്റ് ഈ സ്നേഹം നിറഞ്ഞ എല്ലാവർക്കും, ഇനി ആരെയും വിട്ടുപോയണമെന്ന് അറിയില്ല, സ്വാഗതം പറഞ്ഞ സുഹാനയ്ക്കും ഒക്കെ നന്ദി അറിയിക്കുകയാണ്. നമ്മളിപ്പോൾ ചടങ്ങുകൾ ആരംഭിക്കാൻ പോവാണ്. എല്ലാവർക്കും ഒറ്റവാക്കിൽ ഇവിടെ സന്നിധരായ എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ ലയനത്തിൻ്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. താങ്ക് യു.